കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്കെതിരെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രാഷ്ട്രീയ ലാഭത്തിനായി ഇടപെടലാണ് മുഖ്യമന്ത്രി നടത്തിയത്. പ്രവാസികളോട് കൃതജ്ഞത ഉണ്ടെങ്കിൽ കുവൈറ്റ് ദുരന്തത്തിലെ സംസ്കാരം പൂർത്തിയാകും മുൻപ് പ്രവാസികളെ കൂട്ടി മുഖ്യമന്ത്രി അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നു. വേണ്ട ഇടപെടലിന് കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുമ്പോൾ സംസ്ഥാനം തടയിടരുതെന്നും വി മുരളീധരൻ പറഞ്ഞു. പ്രവാസികളോട് എന്തെങ്കിലും കൃതജ്ഞതയുണ്ടായിരുന്നുവെങ്കിൽ പ്രവാസ ലോകം കണ്ട ഇത്രയും വലിയൊരു ദുരന്തം, ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ഇന്നലെ മുതലാളിമാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരുമായിട്ട് അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചെങ്കിലും വിവേകം കാണിച്ച് കാര്യങ്ങൾ ഭംഗിയായിട്ട് സുഗമമായിട്ട് ഏറ്റവും വേഗതയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ടാവേണ്ടത്. ശാലിനി വിവരങ്ങളുമായി ചേരുകയാണ്. ശാലിനി, ദുരന്തത്തിനിടയിൽ രാഷ്ട്രീയം കളിക്കുന്ന മുഖ്യമന്ത്രിയുടെ രീതി അവസാനിപ്പിക്കണമെന്നാണ് വി മുരളീധരൻ വിമർശിച്ചത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ദുരന്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടൽ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവരുടെ മാധ്യമങ്ങൾക്ക് മുൻപിലുള്ള പ്രതികരണം, ഇതിലാണ് അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെയും മന്ത്രി വീണ ജോർജിനെയും വിമർശിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തിയത്. രാഷ്ട്രീയം കളിക്കുകയാണ് മുഖ്യമന്ത്രി ദുരന്ത മുഖത്തേന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ വേർതിരിക്കാനുള്ള പിണറായിയുടെ നയം ഇവിടെ നടക്കില്ല എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹത്തിന് നേരെ നടന്നിട്ടുണ്ട്. പ്രവാസികളോട് കൃതജ്ഞതയുള്ള നേതാവാണ് താനെന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അത്തരത്തിൽ പ്രവാസികളോട് കൃതജ്ഞത ഉണ്ടായിരുന്നുവെങ്കിൽ മൃതദേഹം പട്ടടയിൽ വെക്കും മുൻപേ പ്രവാസികളെ കൂട്ടി എന്തിന് മുഖ്യമന്ത്രി അത്താഴ വിരുന്ന് നടത്തി എന്നൊരു ചോദ്യമാണ് അദ്ദേഹം നടത്തിയത്. പ്രധാനമായും ലോക കേരള സഭ അടക്കം മാറ്റിവെക്കണമെന്നുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഈ ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടും അത് മാറ്റിവെക്കാതെ മുന്നോട്ട് നീങ്ങിയ സംസ്ഥാന സർക്കാരിനുള്ള വിമർശനം കൂടിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ മനുഷ്യത്വം അല്പമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലായിരുന്നു. സംസ്ഥാനം ഉണ്ടെങ്കിൽ മരിച്ചവരുടെ വീട്ടിൽ മുഖ്യമന്ത്രി എത്തണമായിരുന്നു. തിരുവനന്തപുരത്തേക്ക് ധൃതി പിടിച്ച് അദ്ദേഹം കൊച്ചിയിൽ നിന്ന് എത്തിയിട്ടും തിരുവനന്തപുരത്ത് ദുരന്തത്തിൽ മരിച്ച രണ്ടുപേരുടെ വീടുകളിലേക്ക് എത്താനോ അത്തരത്തിൽ ദുരന്തമുഖത്തെ മൃതദേഹങ്ങൾ നേരിട്ട് വീടുകളിലെത്തി സന്ദർശിക്കാനോ അദ്ദേഹം തയ്യാറായില്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കുവൈറ്റിൽ എല്ലാ കാര്യങ്ങളും വിദേശകാര്യ മന്ത്രാലയം ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഞങ്ങളും എന്നതാണ് പിണറായിയുടെ നയം. അത് സംസ്ഥാന സർക്കാർ നടത്തുന്ന ആ നിലപാട് കേന്ദ്രം അനുവദിക്കുന്നില്ല. കേരളീയർ മാത്രമല്ല, ഭാരതീയർ മുഴുവനുമാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് നിർത്താൻ കേന്ദ്ര മന്ത്രിയും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് മുൻ വിദേശകാര്യ സഹമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ വിവേകം കാട്ടണം. ഈ രാഷ്ട്രീയ ആരോപണങ്ങളും ഒക്കെ തന്നെ ഈ ദുരന്തമുഖത്ത് നടത്താൻ പാടില്ല. വേണ്ട ഇടപെടലിന് കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുമ്പോൾ സംസ്ഥാനം തടയിടാനാണ് ശ്രമിച്ചത് എന്നൊരു രൂക്ഷ വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ ആശുപത്രികളിൽ നടക്കുന്ന കാര്യങ്ങളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൃത്യമായി നടപടികൾ സ്വീകരിക്കാനോ അത് ശ്രദ്ധിക്കാതെയോ ആണ് ഇത്തരത്തിൽ ദുരന്തമുഖത്തേക്ക് പോകാനുള്ള മന്ത്രിയുടെ ഇടപെടൽ എന്നുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം നടത്തി. പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കും മുൻപ് എന്തിന് വിമാനത്താവളത്തിൽ പോയിരുന്നു എന്നൊരു ചോദ്യം കൂടി മന്ത്രിയോട് മുൻ കേന്ദ്രമന്ത്രി ചോദിക്കുകയാണ്. ഇതൊന്നും നോക്കാതെ മോദിയെ വിമർശിക്കാൻ വരരുത് എന്നൊരു വിമർശനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് സംസ്ഥാന മന്ത്രിയല്ല കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്, അതിനൊരു പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും കേന്ദ്ര സഹമന്ത്രിയും ഉണ്ട് എന്നൊരു കാര്യം കൂടി സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സംസ്ഥാന മന്ത്രി ആദ്യം അവരുടെ ചുമതലകൾ ചെയ്യട്ടെ, എന്നിട്ട് മതി മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം സൂചന നൽകുന്നുണ്ട്. എന്തായാലും ഈ ലോക കേരള സഭ അടക്കം നടത്തുന്നതിനെതിരെ രൂക്ഷമായ വിമർശനം, കൂടാതെ തന്നെ പ്രവാസികളെ അവഗണിച്ചു എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വീണ.